വളരെ നല്ല മനുഷ്യൻ ജോർജ് ഫെർണാണ്ടസ്. ആ മനുഷ്യനെ കുടുക്കിയത് ഈ നരേറ്റീവിലാണ്. ജോർജ് ഫെർണാണ്ടസിൻ്റെ ഭരണകാലത്താണ് പട്ടാളക്കാരുടെ ശവശരീരം വീട്ടിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു ഏർപ്പാട് തുടങ്ങിയത്. അതുവരെ ശവശരീരം നിങ്ങൾക്ക് കിട്ടില്ല. വേറെ എന്തെങ്കിലും കാരണവശാലും മരിച്ചാണെങ്കിൽ കിട്ടും. സൈന്യത്തിൻ്റെ ആക്രമണത്തിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ മഞ്ഞിൽ നമ്മളുടെ ഐസ്ക്രീം പോലത്തെ മഞ്ഞാണ്, അതിൽ വീണ് കഴിഞ്ഞാൽ ഇഫ് യു ആർ എ ഡെഡ് ബോഡി അത് ഉടനെ അങ്ങ് അങ്ങ് പോവും, മഞ്ഞപ്പൊതി കിട്ടില്ല. അപ്പോൾ ഉപേക്ഷിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു അത് പറ്റില്ല, അതിന് കാസ്ക് എന്ന് പറയും, ഈ ശവശരീരം കൊണ്ടുപോകുന്ന ഏർപ്പാട്. അത് ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ട്. ഓരോ പട്ടാളക്കാരൻ്റെയും ബോഡി നമുക്ക് തിരിച്ച് കിട്ടണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ശവപ്പെട്ടി, ആ കാസ്ക് പ്രത്യേകതരം പെട്ടിയാണ്, അത് ഓർഡർ ചെയ്തു. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ചൊല്ലി വിവാദമുണ്ടായി, വെറുതെ ഉണ്ടാക്കിയ വിവാദം. വാസ്തവത്തിൽ ആ ഫയൽ ജോർജ് ഫെർണാണ്ടസ് കണ്ടിട്ട് പോലുമില്ല. എന്താണെന്ന് വെച്ചാൽ 5 കോടി രൂപയിൽ കൂടുതലുള്ള പർച്ചേസസ് മാത്രമേ ഡിഫൻസ് മിനിസ്റ്ററുടെ മേശപ്പുറത്ത് വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിന് താഴെ സെക്രട്ടറി, അവർ ഓരോരുത്തർക്കും പവറുണ്ടല്ലോ. ഇത്ര രൂപ വരെയുള്ള പർച്ചേസ് അയാൾക്ക് നടത്താം, അതിന് മുകളിൽ. അപ്പോൾ മോർ ദാൻ 5 crores വർത്ത് പർച്ചേസ് ആണെങ്കിൽ മാത്രമേ മന്ത്രിയുടെ സിഗ്നേച്ചറിനായിട്ട് വരുള്ളൂ. ഇദ്ദേഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല, ഫെർണാണ്ടസിന്. ബട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നു, ഓർക്കണില്ലേ ശവപ്പെട്ടി കുംഭകോണം, ആ സാധുവിനെ ഉപദ്രവിക്കുന്നു. CBI ആ കേസ് കോൺഗ്രസ് അന്ന് CBIക്ക് വിട്ടു. CBI പറഞ്ഞു ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ പറ്റില്ല, കാരണം ഇദ്ദേഹം ഫയൽ പോലും കണ്ടിട്ടില്ല, എങ്ങനെ പ്രതിയാക്കും. ബട്ട് സ്റ്റിൽ ജോർജിൻ്റെ പേരിൽ ഈ നാണക്കേട് നിലനിന്നു. ഇത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇതിനകത്തൊന്നുമില്ല, കേസൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കീഴ്ക്കോടതി തന്നെ, CBI കോടതി തള്ളിക്കളഞ്ഞപ്പോൾ ഇവർ ഒരു ഫുക്കാൻ കമ്മീഷനെ വെച്ചു, ജസ്റ്റിസ് ഫുക്കാൻ. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ഫെർണാണ്ടസിൻ്റെ പേരുണ്ട്. ഫെർണാണ്ടസ് ക്ഷോഭിച്ചിട്ട് എനിക്ക് അതിൻ്റെ കോപ്പി തരണം എന്ന് പറഞ്ഞു, കൊടുത്തില്ല. അത് പാർലമെൻറ്റിൽ വയ്ക്കണമെന്ന് പറഞ്ഞു, വെച്ചില്ല. രാജ്യസുരക്ഷയുടെയാണ്. അപ്പോൾ ഫെർണാണ്ടസ് പറഞ്ഞു എനിക്കൊന്ന് കാണാൻ തന്നാൽ മതി, ഞാനൊന്ന് കണ്ട് ബോധ്യപ്പെടട്ടെന്ന്. കൊടുത്തില്ല. ഫെർണാണ്ടസിന് ഒടുവിൽ അൽഷിമേഴ്സായി. ഫെർണാണ്ടസ് രാജ്യസഭയിലില്ല. രാജ്യസഭയിലാണ് ഈ പ്രശ്നം പിന്നെയും പൊങ്ങുന്നത്. ഒരു കോൺഗ്രസ്സുകാരൻ ഈ ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ പ്രണബ് മുഖർജി പറഞ്ഞു ഇനി മേലാൽ ഈ സാധനം ഇവിടെ പറഞ്ഞു പോരുത്. ജോർജ് ഫെർണാണ്ടസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ധൈര്യം ഉണ്ടാവില്ല വാതിറക്കാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഇപ്പോഴും മലയാളം ചാനലുകളിലെ ചർച്ചയിലൊക്കെ നോക്കിക്കോ, ശവപ്പെട്ടി കുംഭകോണം എന്ന് പറയും. കാരണം അതാണ് നരേറ്റീവിൻ്റെ സക്സസ്. യു ക്രിയേറ്റ് ഒരു സസ്പീഷൻ ഉണ്ടാക്കുക. അത് തെറ്റാണെന്നൊക്കെ കോടതി പറഞ്ഞാൽ കോടതി അങ്ങനെയൊക്കെ പറയും, തെളിവില്ലാതെ. ഇപ്പം കോടതിയിൽ അങ്ങനെയാണല്ലോ, കോടതിയിൽ ഒരാളെ ശിക്ഷിക്കാനൊക്കെ വലിയ പ്രയാസമാണ്, ഇങ്ങനെ പറയും. മാത്രമല്ല മാലേഗാം കോടതി ശരി, ഇപ്പോൾ NIA കോടതിയുടെ വിധിയല്ലേ വന്നുള്ളൂ. ഇനിയിപ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഇവരെ നിഷ്കളങ്കരാണെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് അപ്പോൾ ആ നരേറ്റീവ് ഇങ്ങനെ നിലനിൽക്കും. അതാണ് അതിൻ്റെ സക്സസ്.